ഇതുവരെ ഇന്റർവ്യൂ കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരും പറയുന്നു ചില ചോദ്യങ്ങൾ അവരൊക്കെ ചോദിക്കും, ആ ചോദ്യങ്ങളെയൊക്കെ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഇന്റർവ്യൂ കൊടുക്കാത്തത്. അതിനുള്ള ധൈര്യം ജാസ്മിന് ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. ഇന്റർവ്യൂ ഞാൻ കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് മെയിനായിട്ട് വന്ന ചാനലുകൾ കുറച്ച് ചാനലുകളുണ്ട്. എനിക്ക് പേരുൾപ്പെടെ പറയുന്നതുകൊണ്ടൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ചാനലിലൂടെ അത് പറയുമ്പോൾ ചിലപ്പോൾ മേ ബി അത് വേറൊരു സീൻ ആവണ്ടെന്ന് കരുതിയിട്ടാണ്. ഞാൻ കണ്ട, സീരിയസ്ലി ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്, ഞാൻ എല്ലാ ഇന്റർവ്യൂസും കാണാനില്ല, പക്ഷെ ഞാൻ ക്ലിപ്പ് ബൈറ്റ്സ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ വരാൻ നേരത്ത് റസ്മിനായാലും ഗബ്ര ആണെങ്കിലും ഇപ്പം എൻ്റെ വീട്ടുകാരാണെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇന്നതാണ് മൂക്കിൽ എപ്പോഴും പിടിക്കുന്നത്. അത് അപ്പൊ എന്താ നമ്മുടെ ടോപ്പിക്കാണ്, മെയിൻ ടോപ്പിക്കാണ്, അതിലേക്ക് വരാം. അപ്പോൾ ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് അവർ ഇന്ന കാര്യങ്ങളാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞു ഞാൻ കുറച്ച് ക്ലിപ്പ് ബൈറ്റ്സ് കാണുകയും ചെയ്തിട്ടുണ്ട്, ഇവർ പറഞ്ഞും കേട്ടിട്ടുണ്ട്. ഇതിലൊക്കെ ഞാൻ കണ്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഏത് കണ്ടസ്റ്റന്റോ ആയിക്കോട്ടെ, ഫസ്റ്റ് ഇറങ്ങിയത് തൊട്ട് ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ കണ്ടസ്റ്റൻസിന് വരെ അവരുടെ കാര്യങ്ങൾ ചോദിക്കുന്നതിനെ കഴിയും അവർക്ക് ഊർജ്ജം ജാസ്മിനെ പറ്റിയിട്ടുള്ള കുറ്റങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം ചോദിക്കുന്ന ക്വസ്റ്റ്യനകത്ത് തന്നെ കാണും. ഇപ്പം ഞാൻ കുറേ പേര് ഇപ്പം നമ്മൾ പുറത്തായാലും നമ്മളിപ്പം പിള്ളേരെയൊക്കെ നടന്നൊക്കെ നമ്മൾ ജാസ്മിന് ഇഷ്ടമല്ലല്ലേ, അല്ലെങ്കിൽ ജാസ്മിൻ ഇങ്ങനെ ആണല്ലേ, അല്ലെങ്കിൽ ഇതാണല്ലേ ജാസ്മിൻ എന്നുള്ള രീതിയിൽ ഇവരെന്താ പറയുക, ഓപ്പോസിറ്റ് നിന്നൊരു റിപ്ലൈക്ക് വേണ്ടി ഇവർ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്നത് ആക്കി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനമുണ്ട്. അല്ലെങ്കിൽ ജാസ്മിന് 10 പറഞ്ഞാൽ വ്യൂസ് കിട്ടും എന്നുള്ളൊരു സാധനം ഉണ്ട്. ഇങ്ങനെയുള്ളവർക്ക് ഞാനതിന് ഇൻ്റർവ്യൂ എടുക്കണം? അവരെന്നെ മാക്സിമം വിറ്റ് തിന്നാവുന്നതിൻ്റെ, ഇങ്ങനെ ഞാൻ പറയാം കേട്ടോ, വിറ്റ് തിന്നാവുന്നതിൻ്റെ മാക്സിമം എന്നെ വിറ്റ് തിന്നിട്ടുണ്ട്. ഇനി എന്തിനാ ഞാൻ അവർക്ക് എന്നെ തിന്നാൻ നിന്ന് കൊടുക്കണം? ഞാൻ ഇൻ്റർവ്യൂവേ കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ ചേട്ടനാണ് സൈനയാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പം ഞാൻ ഇൻ്റർവ്യൂ തരുന്നത്. എനിക്കിപ്പോൾ ലാസ്റ്റ് ഒരു ലൈവ് പോയപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ 1-2 ചാനലിൽ കൊടുക്കും. ഞാൻ നോക്കുക, ഞാൻ ഏത് ചാനൽ എടുത്ത് നോക്കിയാലും ഈ സെയിമാ. ഇത്രയും മോശപ്പെട്ട് പറഞ്ഞിട്ടും ഇവർ പിന്നെ എന്നെ ഇന്റർവ്യൂവിന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഞാൻ ഏതൊക്കെയോ ചാനലിലൂടെ ഞാൻ ചോദിച്ചത്, ആണോ ഉണ്ടോ എൻ്റെ അടുത്ത് ഇന്റർവ്യൂ ചോദിച്ചു തരാണ്. ഓപ്പണായിട്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. കാരണം ഇവർ ഇത്രയും വിറ്റ് തന്നിട്ട് അവരെനിക്ക് അയക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ജാസ്മിനെ ഞങ്ങൾ സപ്പോർട്ടാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് കേൾക്കുമ്പോൾ ഒന്ന് ചിരി വരും, 2 ദേഷ്യം വരും. അഭിമുഖീകരിക്കാൻ എനിക്കൊരു പ്രശ്നമില്ല, അല്ലെങ്കിൽ അവരുടെ മുമ്പിലിരുന്ന് അവരുടെ ക്വസ്റ്റ്യൻസ് ഇപ്പം ചേട്ടൻ തന്നെ എന്നോട് ഇന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ഇങ്ങനൊരു നെഗറ്റീവ് ഷെയ്ഡിൽ ഇങ്ങനെ ആണല്ലേ എന്ന് ചിത്രീകരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലാതെ നിങ്ങൾ അല്ലാതെ എന്ത് ചോദ്യം ചോദിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല, അതിന് ഞാൻ റിപ്ലൈ തരാൻ ഞാൻ ബാധ്യസ്ഥയാണ്, എനിക്ക് പറയുന്നതുകൊണ്ടും കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ഷെയ്ഡ് അടുപ്പിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ നെഗറ്റീവിലോട്ട് കൊണ്ടെത്തിക്കുന്നവർക്ക് ഞാൻ എന്തിനു റിപ്ലൈ കൊടുക്കണം? അല്ലെ അവർക്ക് വിറ്റ് തിന്നാൻ ഞാൻ എന്തിനു നിന്ന് കൊടുക്കണം? വേണ്ടെന്ന് തോന്നി നിന്നില്ല. ഈ മൂക്കിൽപ്പിടി ഒരു സമയത്ത് അത് വലിയ വിവാദം ഉണ്ടാക്കുന്ന ഒരു സംഗതിയായിരുന്നു. ജാസ്മിൻ്റെ വൃത്തിയെക്കുറിച്ചുള്ള വർത്താനം, അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എപ്പിസോഡാണ് ശരിക്കും ഈ ബിഗ് ബോസ് സീസണിലെ. എന്നാൽ ജാസ്മിനായിരുന്നു പ്രധാനപ്പെട്ട കോൺസെൻട്രേഷൻ. അവിടെ തന്നെ ജാസ്മിൻ്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ, ഒന്നെന്ന് പറയുന്നത് ചായയുടെ കേസിൽ ചായയിൽ തുമ്മിയിട്ട് ആ തുമ്മിയ സമയത്ത് പറയുന്ന ഡയലോഗാണ് ഒരുപക്ഷെ എന്നെ വേദനിപ്പിച്ചത്. കുഴപ്പമില്ല, ടേസ്റ്റ് കൂടും, ആരും കണ്ടില്ല എന്നും പറയുന്നുണ്ട്. അത് അവിടെ നിൽക്കുന്നവരും അത് കേൾക്കുന്നുണ്ട്. ജാസ്മിനെ വളരെ കാര്യമായിട്ട് നോക്കുന്ന ഒരവസരത്തിൽ എൻ്റെ മനസ്സിൽ കിട്ടിയ ഒരു കല്ലുകടി എന്ന് പറയുന്നത് അതായിരുന്നു. ശരിക്കും ജാസ്മിൻ അത് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എനിക്കറിഞ്ഞൂടെ. ഇപ്പോഴും ജാസ്മിൻ അത് വിശദീകരിക്കുന്നത് കേൾക്കാൻ ആണ് ഞാൻ ഇരിക്കുന്നത്. അത് ജാസ്മിനോട് നേരിട്ട് ചോദിക്കണമെന്ന് ആഗ്രഹിച്ച ഒരേ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. സീരിയസ്ലി പറയുകയാണെങ്കിൽ എൻ്റെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ്, ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പം എന്നോട് ചോദിക്കുമ്പോൾ എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. നമ്മളെന്തായാലും മനഃപൂർവ്വം ഇല്ല അച്ചീന്നും പറഞ്ഞ് നമ്മൾ തുമ്മിയോ നമ്മളെ ചായക്കകത്ത് ഇടത്തില്ല. അറിയാതെ ഞാൻ തുമ്മിപ്പോയൊരു സാധനമാണ്. പിന്നെ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഈ എന്തെങ്കിലും കൗണ്ടർ അടിച്ച് വിടുന്നൊരു സാധനമുണ്ട്. ഇതൊരിക്കലും ഞാൻ എന്നെ ന്യായീകരിക്കുന്ന ഒരു സാധനമല്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞു വിടുന്നത്. അപ്പം ഞാൻ ആ ഒരു ഫ്ലോയ്ക്ക് എന്തോ പറഞ്ഞു വിട്ടതാണ്, ടേസ്റ്റ് കൂടട്ടെ എന്ന് ഞാൻ ആ ഒരു ഫ്ലോയ്ക്ക് ചുമ്മാ പറഞ്ഞതാ. പിന്നെ ഞാൻ ശരിക്കും തുമ്മുന്നത് ചായക്ക് അകത്തോട്ടൊന്നും അല്ല, ഞാൻ ഇങ്ങനെ നിന്നപ്പം തുമ്മിപ്പോയതാ. എനിക്ക് അറിഞ്ഞൂടാ, ഞാനത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ തെറ്റ് തന്നെയാണ്. അത് ആഴ്ച 1 നടന്നൊരു സംഭവമാണ്. അത് ഞാൻ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ഞാനത് എത്ര അക്സെപ്റ്റ് ചെയ്താലും ഞാൻ ചെയ്ത തെറ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ അതിന് സോറി ചോദിക്കുന്നുണ്ട്. ഇതിനപ്പുറം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടേസ്റ്റ് കൂടുമെന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അത് ഞാൻ പറയില്ല. അത് ഞാൻ എന്തോ നമ്മൾ ഈ ചുമ്മാ ഞാൻ എന്തെങ്കിലും കാണിക്കുമ്പോൾ ഇപ്പം നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഒരു കൗണ്ടർ അടിച്ച് അങ്ങനെ വിടത്തില്ല. ഞാൻ ആ ഒരു സെൻസിൽ പറഞ്ഞ സാധനങ്ങളാണ്. എൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. ഒരു വട്ടം ഗബ്രിയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ചൊറിഞ്ഞിട്ട്, ഞാൻ അതൊക്കെ പിന്നെ പുറത്തിറങ്ങിയിട്ടൊക്കെയാണ് കുറെ റീലായിട്ട് കണ്ടത്. അപ്പൊ അവനിങ്ങനെ എന്താന്ന് വെച്ചാൽ കാണണോ ഇന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നൊരിതുണ്ട്. അത് വളരെ മോശമായിട്ട് അത് പുറത്തുനിന്ന് അത് നമുക്ക് വേറെ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഞാൻ ചുമ്മാ ഈ തമാശയ്ക്ക്, അല്ലെങ്കിൽ നമ്മളിപ്പം ഞാൻ എന്തെങ്കിലും ഇപ്പം റസ്മിൻ്റെ അടുത്തായാലും ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അവൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചെന്തെങ്കിലും ഈ എടുത്തോ പിടിച്ചോ എന്നുള്ളൊരു മറുപടി പറച്ചിൽ എനിക്കുണ്ട്. അങ്ങനെ പറഞ്ഞു വിട്ടൊരു സാധനമാണ് അത്. പക്ഷേ പുറത്ത് ഇത്ര വിവാദമാവുന്നോ മനസ്സിൽ പോലും ഞാൻ ഒന്നും കരുതിയോ അല്ലെങ്കിൽ ചിന്തിച്ചോ പറഞ്ഞല്ല, ചുമ്മാ നമ്മൾ പറഞ്ഞു വിടൂലേ. എന്താ പറയണ, നിങ്ങൾക്ക് കത്തറുണ്ടോ? അങ്ങനെ പറഞ്ഞു വിട്ടൊരു സാധനമാണ്.
പക്ഷെ അതെന്റെ തെറ്റാണ്. നഖം കടിക്കുന്ന, അതായത് കാലിൻ്റെ നഖം കടിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ, വാഷ്റൂമിൽ ചെരുപ്പിടാതെ പോകുന്ന ഒരാൾ, ഇങ്ങനെയൊക്കെ വൃത്തിയെ സംബന്ധിച്ചുള്ള ഒരു പിക്ചറൈസേഷൻ ഉണ്ടായിരുന്നു. അത് ഈ ചായയും കൂടെ ചേർന്നപ്പോൾ ഉണ്ടല്ലോ എല്ലാം പൂർത്തിയായി എന്നുള്ള രീതിയിലായിരുന്നു ആ ക്യാരക്ടർ വന്നത്. അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇത്. ശരിക്കും ഈ എന്തൊക്കെ സാഹചര്യത്തിൽ എങ്ങനെ സംഭവിച്ചു എന്നൊന്ന് പറയാമോ? ചേട്ടാ, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ നമ്മളെ എങ്ങനെയാണോ പിക്ചർ ചെയ്യുന്നത് അതേ നമുക്ക് പുറത്ത് കിട്ടുള്ളൂ. ഇപ്പം ഈ ലോകത്ത് ആദ്യമായിട്ട് നഖം കടിച്ചിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ വാഷ്റൂമിൽ ചെരുപ്പില്ലാതെ കയറിയിട്ടുള്ള ഒരാളോ ഒന്നും അല്ല ഞാൻ. എത്രയോ പേരാണ് ഇപ്പം, ഈവൻ ചേട്ടൻ പോലും ഏതെങ്കിലും ഒരു സമയത്ത് കയ്യിലോ കാലിലോ നെഗോ എന്തെങ്കിലും ഒന്ന് കടിക്കാത്തതൊന്നും അല്ല. നമ്മളൊക്കെ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ അങ്ങനെ പിക്ചർ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ എൻ്റെ കാലിൻ്റെ നഖം കടിച്ചൊരു സീൻ ഞാൻ ഓൾറെഡി ഒരു ഇതിൽ പറഞ്ഞതാണ്. എൻ്റെ കാല് ഭയങ്കരമായി പൊട്ടിക്കറിയത്. അതിനകത്ത് അവിടെ ഉള്ള ഒരു ഏകദേശ കണ്ടസ്റ്റൻസിന് മൊത്തം അറിയാം. ഇപ്പോഴും സ്റ്റിൽ എൻ്റെ കാലിൻ്റെ പാദം പൊട്ടിക്കറി വരുന്നുണ്ട്. നമുക്ക് അവിടെ നെയിൽ കട്ടർ കിട്ടുന്നത്, ഒരാളിപ്പോൾ ഒരു സാധനം എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും എവിടെയെങ്കിലും കൊണ്ടിടും, പിന്നെ അത് എവിടെയാണ് എന്താണെന്ന് തപ്പി പിടിക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെ എനിക്ക് പെഡിക്യൂറിൻ്റെ ഒരു സാധനം വരെ തന്നിട്ടുണ്ടായിരുന്നു. അതും ഒരു കണ്ടസ്റ്റൻ്റ് എടുത്തുകൊണ്ട് പോയി കളഞ്ഞു. മീൻസ് അവർ വേറൊരു വഴിക്ക് ആ സാധനം പോയി. അപ്പോൾ എൻ്റെ ഒന്നുമില്ല. നമ്മളവിടെ ടാസ്ക് ചെയ്യുന്നതാണ്. എൻ്റെ നഖമല്ല ഞാൻ കടിക്കുന്നത്, എൻ്റെ കാലിൻ്റെ നഖത്തിൻ്റെ തൊലിയാണ് ഞാൻ കടിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ കാലിൻ്റെ നഖത്തിൻ്റെ തൊലി അഴന്ന് പോകുമ്പോൾ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് വേദന എടുക്കും. അഴന്ന് പോയിട്ടുള്ളവർക്കറിയാം. അപ്പോൾ എനിക്കൊരു മാർഗ്ഗമില്ല. ഞാൻ കൈയും കൊണ്ട് ആദ്യം പറിക്കാൻ നോക്കിയിട്ട് ഈ സാധനം വരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ആ വേദന മാറണ്ടേ, അടുത്ത ടാസ്ക് ചെയ്യണ്ടേ? എനിക്ക് വേറെ ഓപ്ഷനില്ല, ഞാൻ കടിച്ചു. അത് തെറ്റാണെന്ന് പറയുന്നവർക്ക് തെറ്റാണെന്ന് പറയാം, എനിക്ക് വൃത്തിക്കുറവാണെന്ന് പറയുന്നവർക്ക് അങ്ങനെ പറയാം. എനിക്ക് അപ്പോഴത്തെ എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ വേദന മാറണം. എനിക്ക് അവിടെ കാരണം എൻ്റെ വേറെ സാധനങ്ങളില്ലേ, വേറെ എക്യുപ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് എന്തെങ്കിലും ചെയ്തത് മാറ്റണം. അപ്പോൾ എടുത്തോ പിടിച്ചോന്നും പറഞ്ഞാൽ എനിക്ക് പുറത്ത് പോയിട്ട് 10 രൂപയുടെ നെയിൽ കട്ടർ മേടിച്ചുകൊണ്ട് വരണമെന്ന് എനിക്ക് പറ്റത്തില്ല. കാരണം ഞാൻ ബിഗ് ബോസ് ഹൗസിനകത്തുള്ളതാണ്. എനിക്ക് ആ വേദന പറഞ്ഞാൽ ഞാൻ കടിച്ചു. അത് അങ്ങനെയാണ് സംഭവമെങ്കിൽ അങ്ങനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ചെരുപ്പ് വാങ്ങിപ്പിക്കേണ്ടി വന്നു. എനിക്ക് ചെരുപ്പില്ല. എനിക്ക് അവിടെ ഈവൻ എനിക്ക് ഡ്രസ്സ് പോലും അവിടുന്ന് എനിക്ക് ഏറ്റവും ലാസ്റ്റ് ആഫ്റ്റർ പാർട്ടിയിൽ നിന്ന് ഞാൻ ഇറങ്ങാൻ നേരത്ത് അവിടുത്തെ ക്രൂ മെമ്പേഴ്സ് എൻ്റെ അടുത്ത് ഇത് പറഞ്ഞായിരുന്നു, മനഃപൂർവ്വം തരാതിരുന്നതാണ്. നമ്മളെ അവിടെ ഭയങ്കരമായിട്ട് ഇവർ കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് നമ്മളെ ഭയങ്കരമായിട്ട് ഇവരൊരു സാധനം നമുക്ക് തരും. അത് അവർക്ക് ആ ഷോയ്ക്ക് ആവശ്യമാണ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം നമുക്ക് അവരെന്ത് ചെയ്യാണ്, ഓരോ ദിവസവും നമുക്ക് പേയ്മെൻറ്റ് തന്നിട്ട് നമ്മളവിടെ നിർത്തുന്നതാണ്. പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ചെയ്തില്ലെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് ഇതിനകത്തൊന്നും ഒരു പരാതി പരിഭവമൊന്നുമില്ല. പക്ഷെ എന്നെ മാത്രമാണ് അവിടെ ആ പോർട്രേറ്റ് ചെയ്ത് കാണിച്ചത്. ഈ പറയുന്ന പല കണ്ടസ്റ്റൻസും ഈ ചപ്പാത്തി തുമ്മിയ കേസുണ്ട്, അല്ലാതെ എന്തുവാ മൂക്ക് തുടച്ച സാധനം കൊണ്ട് പാത്രം തുടയ്ക്കുന്നുണ്ട്, അതല്ലാതെ പല സാധനങ്ങളുണ്ട്. പക്ഷെ ഇവരിത് എന്ത് ചെയ്യുന്നില്ല, ഭയങ്കരമായിട്ട് പോർട്രേറ്റ് ചെയ്ത് എടുത്തു കാണിക്കുന്നില്ല. അത് അവരെന്നെ പിക്ചർ ചെയ്തത് മാത്രം അങ്ങനെ ആയിപ്പോയി. എനിക്കറിയില്ല, ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഇപ്പം ഇപ്പം കാല് കടിച്ചാണെങ്കിൽ ബാത്റൂമിൽ പോയിട്ട് എനിക്ക് ചെരുപ്പിടാൻ പറ്റണില്ല. എനിക്ക് നടക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നില്ല അവിടെ. അത്രയും നമ്മുടെ ഈ വിണ്ട് കീറിയിട്ട് അതിനകത്ത് വിണ്ട് കീറി പഴുത്ത എങ്ങനെയായിരിക്കുന്നത്. ഞാൻ എത്ര വട്ടം അതിന് ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. ഡോക്ടറെ കാണിച്ചിട്ട് ഞാൻ ഈ പെഡിക്യൂറിൻ്റെ സാധനം ചോദിച്ചിട്ട് അവരെനിക്ക് തന്നിട്ടില്ല. ലാസ്റ്റ് അവർ എന്നോട് പറഞ്ഞത് തരാൻ പറ്റില്ല. 2-3 വട്ടം ഞാൻ മെഡിക്കൽ റൂമിൽ പോയി പറഞ്ഞിട്ടും ഏറ്റവും ലാസ്റ്റ് അവരെനിക്ക് തരുന്നത് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഈ ഒരു ഇഷ്യൂ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഈ സാധനം തരുന്നത്. അവിടെ ഞാനൊരു നെഗറ്റീവ് ഷെയ്ഡ് അടിക്കുകയും ചെയ്യും. എൻ്റെ നിസ്സഹായാവസ്ഥ എനിക്ക് ആരോടും പറയാനും പറ്റില്ല. ജാസ്മിന് വേണ്ടിയിട്ട് അവസാനം ലാലേട്ടൻ വന്ന് ചെരുപ്പ് വാങ്ങി തരേണ്ടി വന്നു. അത് അവർക്കൊരു കോണ്ടന്റ് ആണ് എന്ന് പറഞ്ഞാൽ. അവർക്കപ്പം നോക്കുമ്പോൾ അവരിപ്പോൾ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ഞാൻ മെഡിക്കൽ റൂമിൽ പോകുമ്പോൾ അവരെനിക്കൊരു പെഡിക്യൂർ കിറ്റോ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഈ ഒരു കാലം വെച്ച് എനിക്ക് നടക്കാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ എനിക്കൊരു ചെരുപ്പ് തന്നാൽ തീരാവുന്ന പ്രശ്നമേ അവിടെ ഉള്ളൂ. അത് ചെയ്യാവുന്നതാണ്. ഞാൻ അങ്ങോട്ട് ചോദിക്കുകയും ചെയ്തതാണ്. പക്ഷെ അവരെന്ത് ചെയ്തില്ല. ആ സമയം എനിക്കത് തരാഞ്ഞിട്ട് ലാലേട്ട വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ഇത് തരുമ്പോൾ ആ ഒരു വൃത്തി എന്നുള്ളത് ഒന്നുകൂടെ എന്താവും, എടുത്തു വെക്കും. അത് അവർക്ക് കണ്ടന്റാണ്.